ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഹെൽത്തി മാത്രമല്ല, കൂടാതെ നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പി കൂടിയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ 10 മണിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ 4 മണിക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. ചെറുപയർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറുപയർ സാധാരണയായി കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായി ആവശ്യമായിട്ടുള്ളത് മുളപ്പിച്ച ചെറുപയർ ഒന്ന് വേവിച്ചെടുത്തതാണ്. ഉപ്പിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കേണ്ടതാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയാണ്. മല്ലിയിലയും ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്, പക്ഷേ അതിൻ്റെ കൂടി ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങയുമാണ് ഇതിലേക്കായി ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാലയുടെ ഒരു ഫ്ലേവറാണ് ഇതിന് വളരെ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ചാറ്റ് മസാല കഴിവതും ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് കടയിലൊക്കെ ലഭ്യമാണ്. ചാറ്റ് മസാല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാലയും മുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളിയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളിയുടെയും തക്കാളിയുടെയും ആ ടേസ്റ്റൊക്കെ നന്നായി ചെറുപയറിലേക്ക് പിടിക്കേണ്ടതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചാറ്റ് മസാല ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ചാറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. ചാറ്റ് മസാല കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ച ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ചെറുനാരങ്ങ ഒരു പുളിയുടെ ടേസ്റ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ സലാഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പുളിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ മുളപ്പിച്ച പയറായതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ കുട്ടികൾക്ക് 4 മണിക്കോ 10 മണിക്കോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.